റമദാൻ അവസാനത്തെ പത്തിലേക്ക് കടന്ന വേളയിൽ ടെലിവിഷനിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി സംസാരിക്കവെയാണ് തന്നെ വിമർശിച്ചവർക്ക് കുവൈത്ത് അമീർ മാപ്പ് നൽകുന്നതായി പ്രഖ്യാപിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ മൂന്നാം നാൾ അമീർ നടത്തിയ പ്രഖ്യാപനം രാജ്യത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിന് ഏറെ ഗുണം ചെയ്യുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജവിമർശകർക്ക് മാപ്പ് നൽകാനുള്ള അമീറി തീരുമാനത്തെ രാജ്യത്തെ രാഷ്ട്രീയ പ്രമുഖരും മനുഷ്യാവകാശ പ്രവർത്തകരും സ്വാഗതം ചെയ്തു. റമദാനിലുണ്ടായ പ്രഖ്യാപനം മാനുഷികതയുടെ ഉദാത്ത മാതൃകയാണ് പ്രകടമാക്കുന്നതെന്ന് കുവൈത്ത് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അഭിപ്രായപ്പെട്ടു. അമീറിന്റെ തീരുമാനം കുവൈത്ത് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്ക് അയവ് വരുത്തുമെന്നാണ് കുവൈത്ത് ലിബറൽ ഡെമോക്രാറ്റിക് ഫോറം പ്രത്യാശ പ്രകടിപ്പിച്ചത്. പരമോന്നത കോടതിയുടെ ശിക്ഷ ലഭിച്ചവർക്ക് മാത്രമേ സാങ്കേതികമായി അമീറി കാരുണ്യത്തിന് അർഹതയുണ്ടാകൂ എന്നതിനാൽ രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ നേതാവ് മുസൈലം അൽ ബറാഖിന്റെ കാര്യത്തിൽ അമീറിന്റെ മാപ്പ് ബാധകമായിരിക്കുകയില്ല. അമീറിനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ കീഴ്ക്കോടതി 5 വർഷം കഠിന തടവായിരുന്നു ബറാഖിന് വിധിച്ചത്. കേസിൽ നിയമ നടപടികൾ തുടരുകയാണ്. എന്നാൽ വനിതാ ബ്ലോഗറായ സാറ അൽദീസരി അടക്കം രാജവിമർശത്തിന്റെ പേരിൽ ജയിൽവാസം അനുഭവിക്കുന്ന 7ഓളം പേർ അമീറി കാരുണ്യത്തിൽ ഈദുൽ ഫിത്തറിന് മുമ്പ് മോചിതരായേക്കുമെന്നാണ് പറയപ്പെടുന്നത്. മീഡിയ 1 കുവൈത്ത്.